ഡിഫൻഡർ നമ്മൾ ട്രാക്കിൽ ഓടിക്കാൻ വേണ്ടി പോകണേ. അതിനുവേണ്ടി ട്രാക്ക് ഇത്രയും ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കണ ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ആ സ്പോട്ട് പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇവിടെ പുല്ലും കാടൊക്കെ പിടിച്ചിരിക്കണതാണ്. എന്നിട്ട് ഇവിടെ വേണം നമുക്ക് ആ ട്രാക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കറങ്ങി ചുറ്റി വന്ന പോലെ പല ടെറൈനും വെച്ച് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. നമ്മളിവിടെ ഇപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രാക്കിന് വേണ്ടിയാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്തുകൊണ്ട് ട്രാക്ക് ഏത് റൂട്ടാണ് വണ്ടി നമ്മൾ ഓടിക്കാൻ ഉദ്ദേശിക്കണത്
അതൊന്ന് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി വരച്ചിട്ട് അവിടെ നമ്മൾ കുഴിയും പിന്നെ ജമ്പും അങ്ങനെയുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനാണ് പോണത്. ഡിഫൻഡർ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ആ ക്ലീൻ ചെയ്ത സ്ഥലത്ത് നമ്മളൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വണ്ടി ആ ഓടിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ട്രാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഡിഫൻഡറിന് ടേണിങ് റേഡിയസ് ശരിക്കും കുറവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ നമ്മൾ കൈ കൊണ്ട് വെറുതെ വരച്ചിട്ട് ട്രാക്ക് സെറ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിൽ കൂടി വണ്ടി നല്ലപോലെ ഒടിഞ്ഞ് കിട്ടണമെന്നില്ല. പക്ഷേ ഒടിഞ്ഞ് കിട്ടാതെ തന്നെ എന്നാലേ നമുക്ക് ആ ക്രൗളിങ് ചെയ്യണതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ എന്നാൽ കൂടി നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി വണ്ടി ഒന്ന് ഓടിച്ച് സെറ്റാണെന്ന് കണ്ടിട്ട് അതനുസരിച്ച് ട്രാക്ക് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കണത്. ഇതിന്റെ അടിയിൽ കൊണ്ട് നോക്കല്ലേ, ടയറിപ്പോ കൊത്തിപ്പൊട്ടിച്ചേരും. ട്രാക്കിന്റെ ആ റൂട്ട് ജസ്റ്റ് മണ്ണ് സൈഡിൽ അപ്പുറത്തെ ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് റീപ്പയുടെ പീസാണ് 1 സെന്റിമീറ്റർ പറഞ്ഞത്. ഇത് ഒരെണ്ണം വന്നത് 1 മീറ്ററാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു 5 പീസ് വാങ്ങിച്ചിട്ട് ഈ ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. റീപ്പ പീസ് കൊണ്ട് സെറ്റ് ചെയ്ത ബ്രിഡ്ജാണ് ഇത്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു താങ്ങ് കൊടുത്ത് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളു. വണ്ടിയുടെ കറക്റ്റ് വെയിറ്റിനനുസരിച്ച് സെറ്റ് ചെയ്തേക്കണത്.
ട്രാക്കപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒരു എല്ലാ ടെറൈനും വെച്ച് സെറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിപ്പോൾ ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ഒന്നൊരു ട്രാക്ക് അപ്ഗ്രേഡ് ചെയ്യണമായിരിക്കും. കുറേ പ്രൊമോഷൻ്റെ ഫ്ലാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സർവോ, റെഡ് ബുള്ള് അതുപോലത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കുഴിയിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതതിൻ്റെ അടിയിൽ കിറ്റ് വെച്ചിട്ട് ഇങ്ങനെ കിറ്റിരിപ്പുണ്ട്. കിറ്റിൻ്റെ മീതെ മണ്ണിട്ട് കൊടുക്കുക ചെയ്തേക്കണത്. അതിപ്പോൾ ആ വണ്ടി ഒന്ന് ഇറക്കി നോക്കിയപ്പോഴേക്കും ആ കുഴിയിലെ വെള്ളം പോയതാണ്. അത് കുറച്ചുകൂടി നിറക്കണം. ഒരു തവണ ഓടിച്ച് വരാൻ നേരം വെള്ളം പറ്റിപ്പോവും. പിന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനൊരു കുഴി, പിന്നെ ഇവിടെ കോർണറിൽ ഇങ്ങനെ ലെഫ്റ്റിൽ മാത്രം കുഴിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് ടേണിങ് റേഡിയസ് കുറവായതുകൊണ്ട് ഇങ്ങനെ കുഴി കുഴിക്കുകയാണെങ്കിൽ വണ്ടി സുഖമായിട്ട് ഒടിഞ്ഞു കിട്ടും. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റും ഇതാണ് എൻഡിങ് പോയിന്റും പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി അവിടെ ആ ബ്രിഡ്ജെ കൂടി കയറി അവിടെ കൂടി കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു റിവേഴ്സ് വരും. അവിടെ ഒരു കയറ്റമാണ്, അവിടെ ഒരു റിവേഴ്സ് വന്നിട്ട് ഇങ്ങനെ കയറി ഇതാണ് എൻഡിങ് പോയിന്റ്. ഇവിടെ പ്ലെയിനായിട്ട് കിടക്കണേ. ഇവിടെ കുറച്ച് കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ട്രാക്കിൻ്റെ പരിപാടി കഴിയും.